നെന്മാറയിൽ ചെന്താമര കൊലപ്പെടുത്തിയ സുധാകരന്റെയും മാതാവ് ലക്ഷ്മിയുടെയും സംസ്കാരം അല്പസമയത്തിനകം നടക്കും. പോത്തുണ്ടിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സൂരജ് സജി സംഭവസ്ഥലത്ത് ചേർന്നു. സൂരജ്, വൈരത്തിന്റെ കത്തിയിൽ കുത്തിയെടുത്ത 2 ജീവനുകൾ അത് എന്നേക്കുമായി ഇവിടെ വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ നിന്ന് മാഞ്ഞു പോകുമ്പോഴും ചെന്താമര ഒടുവിൽ തന്നെ സംസ്കാര നടപടികൾ, സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈൽ, എന്തായാലും 2 പേർക്കും നാട് അന്ത്യാഞ്ജലി ചൊല്ലിയിരിക്കുന്നു. നാട് യാത്രാമൊഴി അർപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ വീട്ടിൽ ബന്ധുക്കൾ മാത്രമാണുള്ളത്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും. ബാക്കിയുള്ള അടുത്ത ബന്ധുക്കളും മറ്റുള്ളവരും ഈ സംസ്കാര ചടങ്ങുകൾക്കായി ഈ ശ്മശാനത്തിലേക്ക് പോയിരിക്കുകയാണ്. അല്പം മുമ്പാണ് 2 മണിയോടുകൂടി 1 കൂടിയാണ് ഈ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഒരു നാടിനെ സംബന്ധിച്ച് അവർക്ക് താങ്ങാൻ കഴിയുന്ന സങ്കടമായിരുന്നില്ല. ഈ കുട്ടികളുടെ അടക്കം സങ്കടം കണ്ട് അവർക്ക് ഈ സങ്കടം അടക്കിപ്പിടിക്കാൻ കഴിയാതെ വലിയ രീതിയിൽ തേങ്ങലടിക്കുന്ന ഒരു പ്രദേശവാസികളെയാണ് നമ്മൾ കണ്ടത്. എല്ലാവരും അതുപോലെ ഈ അഖിലയുടെയൊക്കെ കണ്ണുനീർ കണ്ടു നിന്നവർക്ക് ഈ കണ്ണുനീർ താങ്ങാനാകാതെ അവരെല്ലാവരും ഈ പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴും അഖില അടക്കമുള്ളവർ ഈ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നുണ്ട്. ഈ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സുധാകരന്റെയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെയും ഒക്കെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അവസാനം പോലും അഖില ശ്രമങ്ങൾ നടത്തിയതാണ്. കഴിഞ്ഞ 29-ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലുണ്ടാകുമെന്നെല്ലാം കരുതുന്നു. അങ്ങനെ പോലീസിൽ വിശ്വാസം അർപ്പിച്ച് തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പ്രിയപ്പെട്ട അച്ഛന്റെ ജീവൻ ഈ അപഹരിക്കുന്നത്. തൊട്ടു പിന്നാലെ അച്ഛനെ രക്ഷിക്കുന്നതിന് വേണ്ടി എത്തിയ അച്ചമ്മയുടെ ജീവൻ അപഹരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടതിന്റെ ഒരു നിസ്സഹായാവസ്ഥയിലാണ് അഖിലയുടെ ചേച്ചിയും അടക്കമുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവരെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യണം? എല്ലാം നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു ദുഃഖത്തിൽ തന്നെയാണ് അഖിലയുടെ കുടുംബവും എല്ലാം ഉള്ളത്. നമുക്കിതാ എല്ലാം ഇനിയിപ്പോ അഖിലക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ. അഖിലക്കിപ്പോ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി ആ കുട്ടികളെ സംരക്ഷിക്കണേ ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്ത് അവർക്ക് ഒരു ജോലി കൊടുക്കണം. 2 കുട്ടികൾക്ക് നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ഭാവി നന്നാക്കി കൊടുക്കണം. അത് മാത്രം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഇന്ന് അവർക്ക് വന്ന് നാളെ ഞങ്ങളുടെ മക്കൾക്ക് ഇത് തന്നെ ഗതി. ഇങ്ങനെയുള്ള ജനങ്ങളെ വിട്ട ഇത് തന്നെ ഞങ്ങൾക്ക് ഗതി. അവനെ പിടിക്കുന്ന വരെ ഞങ്ങൾ ഈ വാർത്ത വന്നുകൊണ്ടേയിരിക്കും. അവരുടെ ആൾക്കാർ വിളിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളെ എല്ലാവരും അവൻ പഴിവെക്കും. കോഴി ആട വെട്ടും പോലെ ഞങ്ങളുടെ അവർ വെട്ടിയിട്ട് പോകും. ഞങ്ങളുടെ ജീവന് ഒരു വലിയില്ല. അതാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പോ ഞങ്ങൾക്ക് ഈ നാട്ടിലിരിക്കാനേ പേടിയാണ്. ഞങ്ങൾക്ക് പേടിയായിട്ടാ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതം ഒന്നും ആരുടെ കയ്യിലും ഇല്ല. ആരും ഒരു പാതുകാപ്പുമല്ല. ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊന്നാൽ ഞങ്ങൾ ആരും ചോദിക്കാറില്ല. ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഭർത്താക്കന്മാർ പെരുവഴിയാകുന്നത് ആജിയവർ ചെയ്ത പോലെ. അതാണ് ഞങ്ങൾക്ക് ആരുമില്ല. തന്നെയാണ് സുഹൈൽ. എന്തായാലും വലിയ പ്രതിഷേധം നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. അതിലുപരി ഈ അഖിലയുടെയും ചേച്ചിയുടെയും ഒന്നും സങ്കടം കണ്ടു നിൽക്കാൻ പോലും കഴിയാത്തൊരു നിസ്സഹായ അവസ്ഥയിലേക്ക് ഈ നാട് മാറുകയും ചെയ്യുകയാണ് സുഹൈൽ. 5 വർഷം മുമ്പ് അമ്മ സജിതയുടെ ചേതനത്തെ മൃതദേഹം ആ വിട്ടുവളപ്പിൽ അങ്ങനെ കടന്നപ്പോൾ മരവിച്ച് ഞെട്ടലോടെ കണ്ട അഖിലയും ചേച്ചിയും ഇനി ഇങ്ങനെയൊന്നും ജീവിതത്തിൽ സംഭവിക്കില്ലെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചവരാണ്. പക്ഷെ 5 വർഷം കഴിയുമ്പോൾ വേണ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട പിതാവും പിതാവിൻ്റെ അമ്മയും മുത്തശ്ശിയും ഇതുപോലെ ജീവനില്ലാതെ ചേതനയേറ്റ് കിടന്ന് അതും കാണേണ്ടി വരുന്ന നെരുക്കത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന വല്ലാത്ത കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്.